ഹായ് ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് 2025 സെക്ഷൻ ഡി എന്നൊരു 5 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് അയച്ചു തന്നാൽ മതി. അത് ഏത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് എന്തെങ്കിലും CBSEയുടെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 34. അപ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ ബോർഡ് എക്സാമിനും ആ ചാപ്റ്ററിൽ നിന്നാണോ 5 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വരണമെന്നില്ല. ചിലപ്പോൾ ക്വാഡ്രാറ്റിക് നിന്നായിരിക്കാം. അത് ഓരോ പേപ്പറിലും, കാരണം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പല പല പേപ്പേഴ്സാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് CBSEയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് എല്ലാ പേപ്പേഴ്സും, എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതെടുത്ത് വെച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഇതിപ്പോൾ എനിക്ക് പറ്റാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. എ മാൻ ലെൻഡ് എ പാർട്ട് ഓഫ് ഹിസ് മണി അറ്റ് 10% പെർ ആനം ആൻഡ് ദ റെസ്റ്റ് അറ്റ് 15% പെർ ആനം. ഓക്കെ, his income at the end of the year is ₹1,900. അപ്പോൾ അയാൾക്ക് എത്രയോ എമൗണ്ട്, എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അത് 10% പെർ ആനം മീൻസ് ഇയർലി. ആനം മീൻസ് ഇയർലി ആണ്. കൊടുത്തപ്പോൾ അയാൾക്ക് എത്ര കിട്ടി? പിന്നെ ബാക്കി എമൗണ്ട് 15%നും കൂടി ലെൻഡ് ചെയ്തപ്പോൾ അയാൾക്ക് ഇത്ര എമൗണ്ട് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഹി ഹാഡ് ഇൻ്റർചേഞ്ച് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ 2 sums. അപ്പോൾ ആദ്യം കൊടുത്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആദ്യത്തെ എമൗണ്ടിന് 10%, ബാക്കി എമൗണ്ട് 15% ആയിരുന്നു. അപ്പോൾ പിന്നീട് പുള്ളിക്ക് മനസ്സിലായി കുറച്ചും കൂടി പൈസ കൂടുതൽ കിട്ടിയപ്പോഴാണ് ആദ്യം 15%, പിന്നെ ബാക്കി എമൗണ്ട് 10%, അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോഴാണ് പുള്ളിക്ക് ബുദ്ധി ഉദിച്ചത്, കുറച്ചുകൂടി ഇങ്ങനെ കൊടുത്തെങ്കിൽ കുറച്ചുകൂടി കാശ് കിട്ടുമായിരുന്നു. നമുക്കൊക്കെ അങ്ങനെയല്ലേ, അതായിരിക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ ഹി വുഡ് ഹാവ് ഏൺഡ് 200 മോർ. ഈ എമൗണ്ടിനേക്കാൾ 200 മോർ കിട്ടി. ഓക്കെ, ഫൈൻഡ് ദ എമൗണ്ട് ലെൻഡ് ഇൻ ബോത്ത് കേസസ്. അപ്പോൾ എത്ര രൂപ ഇയാൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് എത്ര രൂപയാണ് കൊടുത്തതെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ രണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 എമൗണ്ട് നമുക്കറിയത്തില്ല. പക്ഷെ അയാൾക്ക് ഇങ്ങനെ കൊടുത്തപ്പോൾ കിട്ടിയ എമൗണ്ട് ഇവർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 എമൗണ്ട് അറിഞ്ഞൂടെ, 2നും ഓരോ വേരിയബിൾ കൊടുക്കുക. നോർമലി നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എമൗണ്ട് ലെറ്റ് ഇങ്ങനെ എഴുതുക കേട്ടോ. ലെറ്റ് ദ എമൗണ്ട് ലെൻഡ് അറ്റ് 10% per annum be ₹X. അങ്ങനെ 2 വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അടുത്തത് എമൗണ്ട് ലെൻഡഡ് ആൻഡ് ദ എമൗണ്ട് ലെൻഡ് അറ്റ് 15% പെർ ആൻ ബി ₹Y. ഓക്കെ, അപ്പോൾ 2 വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒരു 2 ഇക്വേഷൻ ഫോം ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഓർ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 10%ഉം റിമൈനിങ് എമൗണ്ട് 15% കൊടുത്തപ്പോൾ ഹി ഗോട്ട് ടോട്ടൽ 1,900. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഓർ ആസ് പെർ ദ ക്വസ്റ്റ്യൻ, or you can simply write given that's enough. 10% ആണ് x അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് 10x by 100. 10% മീൻസ് 10/100 ആണ്. അത് X rupees ആണ്. പ്ലസ് അടുത്തത് 15 ആണ്, 15/100 Y. ടോട്ടൽ എമൗണ്ട് ഇസ് 1,900. ഓക്കെ, അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മളൊരു ലീനിയർ ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം. ഇവിടെ നമ്മൾ ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വി ഗെറ്റ് 2, ദിസ് ഈസ് 20, ദിസ് വൺ 3, this one 20. That is 2x by 20
plus 3y by 20 that is equal to 1900. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കൂ, ഇത് ഞാൻ ഇവിടെ നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം 1/10. അപ്പോൾ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ ആകും. അപ്പോൾ അതിനേക്കാൾ ഈസി ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ഇനി നമ്മൾ ഇതിനെ എല്ലാത്തിനെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതറിയാമല്ലോ, ഇതിൻ്റെ LCM 20 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x plus 3y is equal to 19 into 2 38 അല്ലേ, 38 ബാക്കി 1 2 0. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത റിലേഷൻ എങ്ങനെ വരുമെന്ന് നോക്കൂ. 15 വരില്ലേ, 15x by 100. ഓക്കെ, 15%, 15/100x പ്ലസ് അടുത്തത് 10%, 10/100y ദാറ്റ്സ് ഈക്വൽ ടു 200 മോർ ആണെന്ന്. ഈ എമൗണ്ടിനേക്കാൾ 200 rupees കൂടുതൽ കിട്ടി. അപ്പോൾ ഇത് എത്രയാ? 1900 അല്ലേ, അപ്പോൾ 2100. ഓക്കെ, ഇവിടെ ഇതേപോലെ തന്നെ നോക്കൂ. 3 into 5 20 into 5 ദിസ് 225 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ വി ഗെറ്റ് 3x by 20 plus 2y by 20 that is equal to 2100 അല്ലേ. ഓക്കെ, കറക്റ്റാണല്ലോ. 1900 200 ആഡ് ചെയ്യുമ്പോൾ ഇത് വരും. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ഇതേപോലെ തന്നെ എല്ലാ ടേമിനെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇൻറ്റു 20. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. വി ഗെറ്റ് 3x plus 2y that is equal to 21 into 2 42, പിന്നെ ഒരു 3 0. ഓക്കെ, 42,000 ആയി. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് റിലേഷൻ. 2x plus this one. ഈ രണ്ട് ഇക്വേഷനും കൂടി നിങ്ങൾ ഒന്ന് ശരിക്കൊന്ന് ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഇതിനൊരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്. അത് ഞാൻ രണ്ട് ഇക്വേഷനും കൂടി ഒന്നും കൂടി ഇങ്ങോട്ട് എഴുതാം. ഫസ്റ്റ് വൺ ഇസ് ഏതായിരുന്നു? 2x plus 3y. 2x plus 3y is equal to 380. This was the first one. Second one is 3x plus 2y. That's equal to 42,000. See, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും മിക്കവർക്കും ഈസി. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ അതിനേക്കാൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഇതുണ്ട്. ഈ ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് സെക്കൻഡ് ഇക്വേഷൻ്റെ വൈൻ്റെ കോഎഫിഷ്യൻ്റ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷൻ്റെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് സെക്കൻഡ് ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഏറ്റവും ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യുക. ദെൻ ഈ ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ രണ്ട് സിമ്പിൾ ഇക്വേഷൻസ് കിട്ടും. പിന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങളത് അറിഞ്ഞുകൂടത്തവരത് പ്രാക്ടീസ് ചെയ്യുക. 1 plus 2 വരുമ്പോൾ എന്ത് കിട്ടും? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 5x plus 5y ഈക്വൽ ടു ഇതെത്ര വരും? 80,000 റൈറ്റ്. പക്ഷെ ഇതിനകത്തെല്ലാം 5 കോമൺ ഉണ്ട്. സോ വി ക്യാൻ ഡിവൈഡ് each term by 5. We get x plus y is equal to 16,000. Right? Equation number 3. കണ്ടോ, എത്ര സിമ്പിളായിട്ട് വന്നു. ഇനി ഈ രണ്ട് ഇക്വേഷൻ കൂടെ സബ്ട്രാക്ട് ചെയ്തേ. 1 minus 2 or 2 minus 1. നിങ്ങൾക്ക് ഏത് വേണേലും എഴുതാം. 2 minus 1 എഴുതാം. ഇക്വേഷൻ 2 minus 1 we get 3x minus 2x is 1x. Okay, 2y minus 3y is minus y. That is equal to 42,000 നിന്ന് 38 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 4,000 അല്ലേ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4. Now look at these simple equations. Very easy അല്ലേ. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ y എലിമിനേറ്റഡ് ആകും, സബ്ട്രാക്ട് ചെയ്താൽ x എലിമിനേറ്റഡ് ആകും. ഏത് വേണം നിങ്ങൾക്ക്? ആഡിങ് ആണ് നമുക്ക് ഏറ്റവും ഈസി. സോ ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 വി ഗെറ്റ് ഇതും ഇതും
എക്സും ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x. ഈ വൈ മൈനസ് വൈയും പ്ലസ് വൈയും കൂടെ 0 ആയില്ലേ? ഇനി RHS നോക്കൂ, 16,000 പ്ലസ് 4,000 എത്രയായി? 20,000 ആയി. ഓക്കെ, സീറോസ് ഒക്കെ കറക്റ്റ് ആണല്ലോ. റുപ്പീസാണ്, കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും പ്രശ്നമാകും അല്ലേ? സോ എക്സ് ഈക്വൽ ടു 20,000 ഡിവൈഡ് ബൈ 2 ഇസ് 10,000. റൈറ്റ്, 10,000 ആണ് എക്സ് വരുന്നത്. നോക്കൂ, ഇനി നമ്മൾ എത്ര ഈസിയാണെന്ന് നോക്കൂ. എസ് പ്ലസ് വൈ 16,000 ആണ്. ഇനി ഒരു സോൾവിങ്ങിനും പോകണ്ട. ഇത് 10,000 ആണെങ്കിൽ ഇത് 6,000 ആണെന്ന് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സോ വൈ ഈക്വൽ ടു 6,000. കറക്റ്റായോ? ഓക്കെ, 0. അപ്പോൾ ഇനി ഒന്നും കൂടി കൺക്ലൂഷൻ എഴുതണം. ആൻസർ എന്ന് എഴുതിയിട്ട് യു ഷുഡ് റൈറ്റ് ലൈക്ക് ദ എമൗണ്ട് ലെൻഡ് അറ്റ് 10%. is റുപ്പീസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 10,000. ആൻഡ് ദ എമൗണ്ട്, ഇതുപോലെ കൺക്ലൂഷൻ എഴുതണം കേട്ടോ. lent at 15% per annum, okay, is equal to rupees 6,000. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ബോർഡ് എക്സാം 2025 കേരള പേപ്പറാണ് ഞാൻ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇത് സെറ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.